ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമ്മൾ 4ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് പേജസ് ഓഫ് വണ്ടറിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കിയേ. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ പോസ്റ്റർ, പ്രിപ്പയർ എ സിമിലർ ഡിജിറ്റൽ പോസ്റ്റർ ടു പ്രൊമോട്ട് റീഡിങ്. ഓക്കെ, റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റലായിട്ട് നിങ്ങളോട് ഇതുപോലെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നോക്കുക, എന്താണ് തന്നിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, വേൾഡ് ബുക്ക് ഡേനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ കുറച്ച് ഇത് തന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ടീച്ചർ ഉണ്ടാക്കി ചെറിയൊരു ഒരു സാമ്പിൾ ഇത് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടതാണ്. സോ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, ടുഡേ എ റീഡർ, ടുമോറോ എ ലീഡർ അല്ലേ, എ ബുക്ക് ഈസ് എ ഗിഫ്റ്റ്, യു ക്യാൻ ഓപ്പൺ എഗെയിൻ ആൻഡ് എഗെയിൻ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മെസ്സേജസ് ഒക്കെ എഴുതിയിട്ട് നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കുക കേട്ടോ, ബുക്കിനെ അല്ലെങ്കിൽ റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ അടുത്ത ആക്ടിവിറ്റി നോക്കി. Ninnu saw children going to school in a school bus. Write her thoughts. ഓക്കെ, അപ്പോൾ നിന്നു നമ്മൾ ആ കുട്ടികളെ കുറിച്ച് പഠിച്ചു അല്ലേ, സ്ട്രീറ്റ് ലെവലിലുള്ള കുട്ടികളെ കുറിച്ച് പഠിച്ചു. ആ മക്കൾ മറ്റുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാണലാണ്, ബസ്സിൽ പോകുന്ന കാണലാണ്. അപ്പോൾ ആ കുഞ്ഞുമകളുടെ മനസ്സിലുണ്ടാകുന്ന തോട്ട്സ് എന്തൊക്കെയായിരിക്കും, ചിന്തകൾ എന്തൊക്കെയായിരിക്കും നമ്മളോട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, തോട്ട്സ് ഓഫ് നിന്നു. ഹൗ ലക്കി ദേ ആർ. അവരെന്ത് ഭാഗ്യം ചെയ്തവരാണ്. ദേ ലുക്ക് സോ ഹാപ്പി. അവർ വളരെ ഹാപ്പി ആയിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഐ വിഷ് ഐ കുഡ് ഗോ ടു സ്കൂൾ ലൈക്ക് ദം ഇൻ എ സ്കൂൾ ബസ്. ഞാനും വിഷയലാണ് അല്ലേ. ഐ വിഷ് ഐ കുഡ് ഗോ ടു, എനിക്കും ഇതുപോലെ അവരെ പോലെ ബസ്സിൽ സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കലാണ്. വാട്ട് ഓൾ ദേ ലേൺ ഇൻ സ്കൂൾ. അവരെന്തൊക്കെയാണ് സ്കൂളിൽ പഠിക്കുക. ഐ ടു വാണ്ടഡ് ടു സ്റ്റഡി ആൻഡ് ബിക്കം എ ഗ്രേറ്റ് പേഴ്സൺ. എനിക്കും പഠിച്ച് വലിയൊരു ഗ്രേറ്റ് പേഴ്സൺ ആവണമായിരുന്നു. വിൽ ദ ടീച്ചേഴ്സ് ബി ഫ്രണ്ട്ലി ഓർ വിൽ ദ സ്കോൾഡസ്. ടീച്ചേഴ്സ് നല്ല കൂട്ടുകാരെ പോലെ ആയിരിക്കുമോ, അല്ലെങ്കിൽ നമ്മളെ വഴക്കോരെയൊക്കെ ചെയ്യുമായിരിക്കുമോ. ഇല്ല, അവർക്കൊന്നും അറിയില്ല ടീച്ചർമാരെ കുറിച്ചൊന്നും. അപ്പോൾ കുട്ടികൾ ആ മോളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് അതൊക്കെ കേട്ടോ. ഇഫ് ഐ കുഡ് റീഡ് ആൻഡ് റൈറ്റ് എവ്രി വൺ വുഡ് റെസ്പെക്ട് മീ ആസ് വെൽ. എനിക്കും വായിക്കാനും എഴുതാനൊക്കെ അറിയുമായിരുന്നെങ്കിൽ ആൾക്കാരൊക്കെ എന്നെയും റെസ്പെക്റ്റൊക്കെ ചെയ്യും നല്ലോണം എന്നാണ് കുട്ടി ചിന്തിക്കുന്നത് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. സം സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ആർ ഗിവൺ ബിലോ. ദ വേർഡ്സ് ആർ ജംബിൾഡ്. റീഅറേഞ്ച് ദ വേർഡ്സ് ടു മേക്ക് മീനിങ് ഫുൾ സെൻറ്റൻസസ്. അപ്പോൾ അടുത്തുനിന്നുള്ള കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്, പക്ഷേ അതിൽ വേർഡ്സൊക്കെ ജംബിൾഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്, ഓർഡറിലൊന്നുമല്ല തന്നിട്ടുള്ളത്. ആ വേർഡിനെയൊക്കെ ഓർഡറിലാക്കി നല്ലൊരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആക്കി എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ നോക്കിയേ. വോർ, WORE, വോർ ധരിച്ചു. ഷീ അവൾ. ദുപ്പട്ട. റെഡ് എ അവൾ ഒരു ദുപ്പട്ട ധരിച്ചു, റെഡ് ദുപ്പട്ട ധരിച്ചു എന്നാണ് പറയേണ്ടത് അല്ലേ. ഷീ വോർ എ റെഡ് ദുപ്പട്ട. ആദ്യം ഒരാളുടെ നൗൺ വരണം മുമ്പിൽ, ഏറ്റവും ആദ്യം അല്ലേ. സബ്ജക്റ്റ് വരണം ആദ്യം. അവളുടെ പേര് വന്നു ഷീ, ഇവിടെ ഷീ എന്നാണ് തന്നിട്ടുള്ളത്. സോ അത് വന്നു. പിന്നെന്താണ്, അവൾ എന്താ ചെയ്യുന്നത്. ഷീ വോർ, അവൾ ധരിച്ചിട്ടുണ്ട് റെഡ് ദുപ്പട്ട. എങ്ങനെയുള്ള ദുപ്പട്ടയാണ്, റെഡ് ദുപ്പട്ട. ഓക്കെ, അടുത്ത നോക്കൂ. ഷീ ടു ദം വീക്ക് മീറ്റ് നെക്സ്റ്റ് പ്രോമിസ്ഡ്. ഷീ പ്രോമിസ്ഡ് ദം ടു മീറ്റ് നെക്സ്റ്റ് വീക്ക് കേട്ടോ. സ്റ്റാർട്ടഡ് ദീദി എവറി കമ്മിങ് ഡേ. സോ അതിനെ എങ്ങനെയാക്കാം, ദീദി സ്റ്റാർട്ടഡ് കമ്മിങ് എവറി ഡേ. നാലാമത് നോക്കി. ക്ലോസർ ദ ചിൽഡ്രൻ ക്യൂരിയസ് ആൻഡ് ഇൻച്ച്ഡ് വേർ. ദ ചിൽഡ്രൻ വേർ ക്യൂരിയസ് ആൻഡ് ഇൻച്ച്ഡ് ക്ലോസർ. അഞ്ചാമത്തത്. കുഡ് ബസ് നമ്പർ ദ ചിൽഡ്രൻ നൗ ദ റീഡ്. ദ ചിൽഡ്രൻ കുഡ് നൗ റീഡ് ദ ബസ് നമ്പർ. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഹിയർ അറ്റ് ആൻഡ് ഫോർ ആഡ് മീനിങ് ടു ദ സെൻറ്റൻസസ്. ഇവിടെ അറ്റ് എന്നുള്ളതും ഫോർ എന്നുള്ളതും ആ സെൻറ്റൻസിന് ഒരർത്ഥം നൽകുന്ന പദങ്ങളാണ്. ഓക്കെ, ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. ഷീ സ്മൈൽഡ് ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. ആ കുട്ടികളെ നോക്കി അവൾ ചിരിച്ചു. ദേ സെർച്ച്ഡ് ഫോർ ഹെർ അഡ്രസ്. എന്തിനു വേണ്ടിയാണ് സെർച്ച് ചെയ്തത്, ഫോർ ഹെർ അഡ്രസ്. അവളുടെ അഡ്രസ്സിന് വേണ്ടി അവൾ സെർച്ച് ചെയ്തു, അവർ സെർച്ച് ചെയ്തു. ദേ സെർച്ച്ഡ്. ഇനി ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫിൽ ദ സെൻറ്റൻസസ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്. അതുപോലെ കുറേ വേർഡ്സ്
ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഓവർ, അണ്ടർ, ഇൻ ഫ്രണ്ട് ഓഫ്, ബിസൈഡ്, ബിറ്റ്വീൻ അല്ലേ. അത് വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചെറിയൊരു പാരഗ്രാഫ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നോക്കൂ. ദിസ് ഈസ് സ്മീനൂസ് റൂം. സ്മീനു ഈസ് സ്റ്റാൻഡിങ് ഡാഷ് ദ ടേബിൾ. എവിടെയാണ് നിൽക്കുന്നത്? ടേബിളിൻ്റെ മുൻപിലാണ് അല്ലേ. ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. ഓക്കെ, ഹർ ബോൾ ഈസ് എവിടെ? 2 ടേബിളിൻ്റെ ഇടയ്ക്കാണുള്ളത്. സോ ബിറ്റ്വീൻ 2 ടേബിൾസ്. പിന്നെയോ ഹർ പെറ്റ് റാബിറ്റ് ഈസ് ജമ്പിങ്. എങ്ങനെയാണ്? ടേബിളിൻ്റെ മേലെ കൂടിയാണ് തുള്ളത് അല്ലേ. ഓവർ ദ ടേബിൾ. ഹർ കാറ്റ് ഈസ് ലൈയിങ്. എവിടെയാണ് ഉള്ളത് നോക്ക്? അടിയിലാണ്. അണ്ടർ ദ ടേബിൾ. പിന്നെയോ അവിടെ ഒരു സെൻറ്റൻസും കൂടി ഉണ്ട്, അവർ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ചെയർ അവിടെ അടുത്തുണ്ട്. എങ്ങനെയാ പറയുക? ദർ ഈസ് എ ചെയർ ബിസൈഡ് ദ ടേബിൾ. എന്താ ബിസൈഡ് എന്ന് പറഞ്ഞാൽ? ബൈ ദ സൈഡ് ഓഫ് എന്നാണ് അർത്ഥം കേട്ടോ. അടുത്ത്, അരികിൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. സോ ദർ ഈസ് എ ചെയർ ബിസൈഡ് ദ ടേബിൾ. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 5 നോക്കിയേ. റീഡ് ദ ഫോളോയിങ് ന്യൂസ് റിപ്പോർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. ഓക്കെ, സതി MV ഈസ് ഓൺ എ റീഡിങ് സ്പ്രീ. ഓക്കെ, അപ്പോൾ ന്യൂസ് പേപ്പറിൽ ഇടം പിടിച്ച ഒരു സതി MVയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ന്യൂസ് റിപ്പോർട്ടാണ് കേട്ടോ. നോക്കാമല്ലോ നമുക്ക്. കാഞ്ഞങ്ങാട്, എ വൊറേഷ്യസ് റീഡർ, സതി ഈസ് ലിവിങ് വിത്ത് എ റെയർ ഡിസോർഡർ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹർ ടു വാക്ക്. ഒരു ഭയങ്കര വായിക്കാനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സ്ത്രീയാണ് ആര്? സതി എന്ന് പറയുന്നത്. അവർ എന്താണ്, അവർക്ക് കാലിൽ എന്തോ ഒരു അസുഖം വന്നിട്ട് അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഷീ ഹാസ് ബീൻ ബെഡ് റിഡൻ ഫോർ ദ ഫാസ്റ്റ് 25 years. കഴിഞ്ഞ 25 വർഷമായിട്ട് അവർ ബെഡിൽ തന്നെ കിടക്കലാണ്, അവർക്ക് നടക്കാൻ പറ്റില്ല. ഇൻസ്പൈറ്റ് ഓഫ് ദ ഡിസീസ് ഷീ ലവ്സ് റീഡിങ്. ആ എന്താണ് അസുഖമൊന്നും അവരെ ബാധിക്കുന്നില്ല. അവർ ഇതിൻ്റെയൊക്കെ മേലെയായിട്ട് വളരെയധികം അവർ ബുക്സിന് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെടുന്ന ആളാണ്. സിറ്റിംഗ് ഇൻ ബെഡ് ഷീ ഹാസ് റെഡ് മോർ ദാൻ 2000 ബുക്സ് ആൻഡ് റിവ്യൂഡ് ദം. എന്താണ് ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ കിടന്നുകൊണ്ട് അവർ 2000-ന് മേലെ ബുക്ക് വായിച്ചിട്ടുണ്ട്, അവയൊക്കെ റിവ്യൂ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഷീ സേസ് ഹാപ്പിലി, മൈ ഫാദർ സിവിക് കൊടക്കാട് ഈസ് എ പേഴ്സൺ ഹു ലെഡ് മീ ടു ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് റീഡിങ്. എൻ്റെ അച്ഛനാണ് എന്നെ എന്താണ് വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവന്നത് എന്ന് എപ്പോഴും സന്തോഷത്തോടു കൂടി സതി പറയാറുണ്ടായിരുന്നു. ഓക്കെ, ഹീ ഓൾസോ മോട്ടിവേറ്റഡ് മീ ടു റൈറ്റ് ആർട്ടിക്കിൾസ്. എന്താണ് അച്ഛൻ എന്നെ എഴുതാനും പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, എന്നെ ആർട്ടിക്കിൾസൊക്കെ എഴുതാനും എന്നെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. ഓക്കെ, ഹർ ബയോഗ്രഫി റീഡ് ആൻഡ് ഫോർഗെറ്റ് പെയിൻ വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടെക്സ്റ്റ് ബുക്സ് ആസ് എ മോട്ടിവേഷണൽ സ്റ്റോറി. ഓക്കെ, എന്താണ് അവരുടെ എന്താണ് അവർ ബയോഗ്രഫി എഴുതിയിട്ടുണ്ട് അല്ലേ. അവരെക്കുറിച്ച് തന്നെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ആ ബയോഗ്രഫി എന്താണ് ബുക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാണ്. ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയായിട്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ ബുക്കിൻ്റെ പേര്? റീഡ് ആൻഡ് ഫോർഗെറ്റ് പെയിൻ. ഓക്കെ, ഷീ ഹാസ് എ കളക്ഷൻ ഓഫ് മോർ ദാൻ 400 ലെറ്റേഴ്സ് ഫ്രം ഫേമസ് റൈറ്റേഴ്സ്. അവരുടെ കയ്യിൽ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരുടെ എല്ലാം ലെറ്റേഴ്സ് ഉണ്ട്. 400ഓളം ലെറ്ററുകൾ അവർ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാർ എഴുതിയത് അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷീ ഹാസ് റിസീവ്ഡ് ന്യൂമറസ് അവാർഡ്സ് ഇൻക്ലൂഡിംഗ് ദ സർഗപ്രതിഭ നാഷണൽ അവാർഡ്. സർഗപ്രതിഭ നാഷണൽ അവാർഡ് ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഹർ നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ഗുളിക വരച്ച ചിത്രങ്ങൾ ആൻഡ് കലവറയിലെ മാലാഖ. ഇതൊക്കെ അവരുടെ ഫേമസ് ആയിട്ടുള്ള ബുക്സ്, അവരെഴുതി ഫേമസ് ആയിട്ടുള്ള ബുക്സാണ് ഇവ രണ്ടും. ഓക്കെ, മനസ്സിലായോ? സോ ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട്? ഈ ന്യൂസ് റിപ്പോർട്ട് എന്തിനെക്കുറിച്ചുള്ളതാണ്? This news report is about a voracious reader who has been bedridden for 25 years due to a rare disorder. ഈ ന്യൂസ് റിപ്പോർട്ട് ഒരു വായിക്കാനൊക്കെ വളരെ ആഗ്രഹമുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണ്. അവർ 25 വർഷമായിട്ട് ഒരു റെയർ ഡിസോർഡർ കാരണം, എന്തോ ഒരു തരം അസുഖം കാരണം ബെഡിൽ തന്നെ കിടക്കേണ്ടി വന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള, എന്നാൽ വളരെ ആർത്തിയോടുകൂടി ബുക്കുകൾ വായിക്കുന്ന അല്ലെ വായനയെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള കഥയാണ്. ഓക്കെ, വാട്ട് ഈസ് സതീസ് പ്രോബ്ലം? എന്താണ് സതിയുടെ പ്രോബ്ലം? സതി ഹാസ് എ റെയർ ഡിസോർഡർ ദാറ്റ് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹെർ ടു വാക്ക് ആൻഡ് ഷീ ഹാസ് ബീൻ ബെഡ്രിഡൻ ഫോർ ദ ഫാസ്റ്റ് 25 years. അവർക്ക് സതിക്കൊരു എന്തോ ഒരു റെയർ ആയിട്ടുള്ള അല്ലേ, വളരെ എവിടെയും കേട്ടില്ലാത്ത എന്തോ ഒരു അസുഖമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് നടക്കാനും പറ്റുന്നില്ല. പാസ്റ്റ് 25 years ആയിട്ട് അവർ ബെഡിൽ തന്നെ കിടക്കലാണ്. ഓക്കെ,
വേർ ഈസ് ദിസ് ന്യൂസ് റിപ്പോർട്ട് ഫ്രം? ഈ ന്യൂസ് റിപ്പോർട്ട് നമ്മൾ ഏതിൻ്റെ അകത്താണ് എടുത്തത്? ദിസ് ന്യൂസ് റിപ്പോർട്ട് ഈസ് ഫ്രം കാഞ്ഞങ്ങാട്. ഇത് എവിടെ നിന്നാണ്? ഈ ന്യൂസ് റിപ്പോർട്ട് എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ദിസ് ഈസ് റിപ്പോർട്ടഡ് ഫ്രം കാഞ്ഞങ്ങാട്. കേരളത്തിലെ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ന്യൂസ് റിപ്പോർട്ട്. ഓക്കെ. വാട്ട് മേജർ അവാർഡ് ഡിഡ് സതി റിസീവ്? എന്തൊക്കെ മേജറായിട്ടുള്ള അവാർഡുകളാണ് സതിക്ക് കിട്ടിയിട്ടുള്ളത്? സതി റിസീവ്ഡ് ദ സർഗപ്രതിഭ നാഷണൽ അവാർഡ് ആസ് എ മേജർ റെക്കഗ്നീഷൻ. ഏറ്റവും എടുത്തു പറയാൻ കിട്ടിയത് സർഗപ്രതിഭ നാഷണൽ അവാർഡാണ്. ഓക്കെ. ഹൂ മോട്ടിവേറ്റഡ് സതി? ആരാണ് സതിയെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്? സതി വാസ് മോട്ടിവേറ്റഡ് ബൈ ഹർ ഫാദർ സിവിക് കൊടക്കാട്. ഓക്കെ. അവളുടെ അച്ഛൻ സിവിക് കൊടക്കാടാണ് സതിയെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. വാട്ട് ആർ ഹർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്? ഏതൊക്കെയാണ് സതിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, ബുക്സ്? ഗുളിക വരച്ച ചിത്രങ്ങൾ ആൻഡ് കലവറയിലെ മാലാഖ ആർ ഹർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. ഓക്കെ, ഇത്രയാണ് അതിലെ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ. ക്രിയേറ്റ് യുവർ ഓൺ ബുക്ക്. ഒരു ചെറിയൊരു ബുക്ക് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഒരു ആർട്ട് ബുക്ക് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാം, കഥകൾ എഴുതാം, പാട്ടുകൾ എഴുതാം, ഡിസൈൻ ചെയ്യാം, എല്ലാം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് അതിന് നല്ലൊരു കവർ ചിത്രമൊക്കെ ഡിസൈൻ ചെയ്ത് അത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറയുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ ഈ വർക്ക്. ഓക്കെ. അപ്പം വരയ്ക്കാനൊക്കെ കഴിവുള്ള മക്കളാണ് നല്ല ചിത്രങ്ങൾ വരച്ചിട്ട് നല്ലൊരു ബുക്ക് ഉണ്ടാക്കുക. ചിലപ്പോൾ എഴുതാൻ അറിയുന്ന കുട്ടികളുണ്ടാകും, കുഞ്ഞു കവിതകളൊക്കെ എഴുതുന്ന കുട്ടികളുണ്ടാവില്ലേ? കഥകൾ എഴുതാം, പാട്ടുകൾ എഴുതാം, പാട്ടുകൾ എഴുതാം അല്ലേ? ചിത്രങ്ങൾ വരയ്ക്കാം, കാർട്ടൂണൊക്കെ വരയ്ക്കാം. ഓക്കെ, അതൊക്കെ വരച്ച് ചെറിയൊരു ബുക്കാക്കി ക്ലാസ്സിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക കേട്ടോ. അതാണ് ഈ ആക്ടിവിറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും നിങ്ങളുടെ എല്ലാ ക്ലാസ്സിനും എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പതുക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.